രാഷ്ട്രീയ പശ്ചാത്തലം സ്ഥാനാർത്ഥി മത്സരിപ്പിക്കുന്നു എന്നതാണ് CPM ഉന്നയിക്കുന്ന ആരോപണം. ഇത് ഞങ്ങള് ഞാൻ ചോദിക്കട്ടെ, ആ മുകേഷിനെ കൊല്ലത്ത് മത്സരിപ്പിച്ചപ്പോ എന്തൊരു രാഷ്ട്രീയ പശ്ചാത്തലമായിരുന്നു? അല്ലല്ലല്ല, കേൾക്ക് ഇതൊക്കെ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ അങ്ങോട്ടും കൂടി കിട്ടുമെന്ന് ആലോചിക്കണം. മുകേഷിനെ അവിടെ മത്സരിപ്പിച്ചപ്പോൾ എന്തൊരു രാഷ്ട്രീയ പശ്ചാത്തലമായിരുന്നു? മുകേഷ് അവിടുത്തെ മറ്റേ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നല്ല, ചുമ്മാ ഇരിക്കാൻ പറഞ്ഞു. പ്രതിപക്ഷം പറയുന്ന ഡീലുള്ള 10 മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? അല്ലല്ല, ഇപ്പം നിങ്ങളോട് ഞാൻ കുറേ സീറ്റ് പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ. ഇന്നലെ പാലക്കാട് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഇപ്പം കാസർഗോഡ് പറഞ്ഞു ഇല്ലേ, മഞ്ചേശ്വരം പറഞ്ഞു, റാന്നി പറഞ്ഞു, കോന്നി പറഞ്ഞു, എത്തിയില്ലേ ഇപ്പം അത്രയും. ബാക്കി പറയാം ഇനിയും കുറേ. അല്ല, ഇവർ തമ്മിൽ രഹസ്യമായി നടത്തിയിരിക്കുന്ന ഡീലുകളെ കുറിച്ച് ഇനിയും പറഞ്ഞു തരാം, ബാക്കി കാര്യങ്ങൾ കൂടി. എവിടെ? അതൊന്നും അല്ലല്ലോ അവിടെ നടന്നിരിക്കുന്ന. എന്താണെന്നറിയാൻ പാടില്ലേ? അവിടെ നടന്നിരിക്കുന്നത് മുഴുവൻ CPM-ന്റെ കോട്ടകളിലല്ലേ വോട്ട് പോയത്. വോട്ടല്ല, അത് CPM-ന്റെ കോട്ടകളിലാണ് വോട്ട് കംപ്ലീറ്റ് പോയിരിക്കുന്നത്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയാലോ, അവിടുത്തെ കാര്യങ്ങൾ അറിയാലോ. അത് കോൺഗ്രസിന് വോട്ട് കുറഞ്ഞത് ഞങ്ങളെ വോട്ടല്ലല്ലോ പോയിരിക്കുന്നത്. അതെന്താണെന്നറിയാം, അത് ഈ BJP-യുമായി മത്സരിക്കുന്ന സമയത്ത് ഈ മൈനോറിറ്റി വോട്ടുകൾ BJP-യെ തോൽപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് പോകും. അത് സുനിൽകുമാറിന് പോയിട്ടുണ്ട്. നിങ്ങൾ ഈ ബീച്ച് സൈഡിലുള്ള വോട്ടുകൾ ഞങ്ങൾ ഓരോ ബൂത്തും പരിശോധിച്ചാണ്. അത് സുനിൽകുമാറിനാണ് പോയത്. എന്നിട്ട് സുനിൽകുമാർ ജയിച്ചില്ല. ഞങ്ങൾക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളും മറ്റ് പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ തൃശ്ശൂരിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ BJP-യുമായിട്ടുള്ള മത്സരം വന്നു കഴിഞ്ഞപ്പോൾ LDF സ്ഥാനാർത്ഥിക്ക് മുൻതൂക്കം വന്നു. അപ്പോൾ LDF സ്ഥാനാർത്ഥി ഇപ്പോൾ നേമത്ത് കഴിഞ്ഞ പ്രാവശ്യം മത്സരം വന്നപ്പോൾ മൈനോറിറ്റി വോട്ട് K മുരളീധരനാണ് കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ ജയിക്കാൻ സാധ്യത V ശിവൻകുട്ടിയാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ വോട്ടുകൾ BJP വിരുദ്ധ വോട്ടുകൾ, ഞാൻ മൈനോറിറ്റി വോട്ടെന്നല്ല, BJP വിരുദ്ധ വോട്ടുകൾ പോയത് ശിവൻകുട്ടിക്ക് പോയി. ഞങ്ങൾ കൂടി കിട്ടേണ്ട വോട്ട് ശിവൻകുട്ടിക്ക് പോയി. അത് നാച്ചുറലാണ്. നേമത്ത് ഇത്തവണ എങ്ങനെയായിരിക്കും? ഈ പറയുന്ന വോട്ട് മുരളീധരൻ മത്സരിച്ചതിനേക്കാൾ കൂടുമോ? അല്ല, ഞങ്ങളും BJP-യുമായി ഡയറക്റ്റ് മത്സരം വരും ഈ പ്രാവശ്യം. അതൊക്കെ കണ്ടിരുന്നല്ലോ, ഇന്റർവ്യൂ ഒക്കെ കണ്ടിരുന്നു. എല്ലാത്തിനും മറുപടിയും പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൃത്യമായും മറുപടി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇന്റർവ്യൂ അല്ലേ കൊടുക്കുന്നത്, നിങ്ങൾ ഇതുപോലെ കാണുന്നില്ലല്ലോ. നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഞാനല്ലേ രാവിലെ ഉത്തരം പറയണം എല്ലാ ദിവസവും. മുഖ്യമന്ത്രി ഓൾ ഇന്ത്യ റേഡിയോ അല്ലേ? അല്ല, മുഖ്യമന്ത്രി ഓൾ ഇന്ത്യ റേഡിയോ ആണ്. അങ്ങോട്ട് മാത്രമേ പറയുള്ളൂ, അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. റേഡിയോ കേൾക്കുമ്പോൾ അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ. ഓൾ ഇന്ത്യ റേഡിയോ അല്ലേ? നമ്മൾ അങ്ങനെയല്ലല്ലോ. എല്ലാ ദിവസവും വന്ന് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും കുത്തിത്തിരിപ്പ് ചോദ്യത്തിനൊക്കെ ഞാൻ മറുപടി പറയല്ലേ.